കേരളത്തിന് ഇന്ന് പോയിട്ടുള്ള ഒരു MP ആണ് അവിടുത്തെ ഗ്യാസിൻ്റെ വകുപ്പിൻ്റെ പെട്രോളിയം വകുപ്പിൻ്റെ ഉപമന്ത്രി സഹമന്ത്രി. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഈ ക്രൈസിസ് എന്താണെന്ന് അതിന് മനസ്സിലായിട്ട് കൂടിയില്ല. ഈ ക്രൈസിസ് എന്താണെന്ന് ഈ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് മറ്റേ മോനെ എന്ന് വിളിക്കുന്ന പോലെ എളുപ്പമല്ല ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി മനസ്സിലാക്കുക, ഇടപെടുക എന്നുള്ളത്. ഇപ്പോൾ സംഘപരിവാർ ഹാൻഡിലുകൾ പറയാണ് ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഈ എന്താ മാപ്പിൽ പെട്ടെന്ന് വരയ്ക്കാം, പുതിയ ടണൽ കുഴിക്കുക, ഒരു ടണൽ കുഴിക്കുകയോ ബൈ റോഡ് വഴി കൊണ്ടുവന്ന് അവിടുന്ന് കയറ്റിയിട്ട് ഇവിടുന്ന് പിക്ക് ചെയ്താൽ പോരെ, ഇവന്മാരുടെ അഹങ്കാരം തീർക്കാം. ഒരാൾ പറയുന്നത് നമുക്ക് ഹോർമുസ് കടലെടുക്ക് പിടിച്ചെടുത്താൽ എന്താണ്, ഇവന്മാർക്ക് ഇത്ര അഹങ്കാരമാണെങ്കിൽ എന്നൊക്കെ മട്ടിലാണ് കാണുന്നത്. കേരളത്തിന് ഇന്ന് പോയിട്ടുള്ള ഒരു MP ആണ് അവിടുത്തെ ഗ്യാസിൻ്റെ വകുപ്പിൻ്റെ പെട്രോളിയം വകുപ്പിൻ്റെ ഉപമന്ത്രി സഹമന്ത്രി. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഈ ക്രൈസിസ് എന്താണെന്ന് അതിന് മനസ്സിലായിട്ട് കൂടിയില്ല. ഈ ക്രൈസിസ് എന്താണെന്ന് ഈ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് മറ്റേ മോനെ എന്ന് വിളിക്കുന്ന പോലെ എളുപ്പമല്ല ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി മനസ്സിലാക്കുക, ഇടപെടുക എന്നുള്ളത്. ലോകത്താകമാനം ക്രൈസിസ് ഉണ്ട്, ഇന്ത്യയിൽ മാത്രമല്ലല്ലോ. ലോകത്തിൻ്റെ ആകമാനം ക്രൈസിസ് മാറ്റാൻ ലോകത്താകമാനമുള്ള മനുഷ്യരും നേതാക്കളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് മാറുമ്പോൾ ഇവിടെയും മാറും. അത് സുരേഷ് ഗോപി പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പുറത്തുള്ള ഹോട്ടൽ തുറക്കാനുള്ള ഗ്യാസ് കുറ്റി കിട്ടുമെന്ന് നമുക്കറിയേണ്ടത്. അതിന് മറുപടി പറയാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാൻ. ഇവരെ ഈ പറയുന്നത് പോലെ ഇറാനോട് പോയി സംസാരിക്കുകയാണ് കടത്തിവിടാൻ. അപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ യുദ്ധം ഉണ്ടായി, നമ്മൾ ഈ യുദ്ധം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ നിന്ന് കേവലം ജേർണലിസ്റ്റുകളായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ഇമ്പാക്റ്റ് ഹോർമുസ് സ്ട്രൈറ്റ് അടയ്ക്കുന്നതായിരിക്കും. അടച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഗ്യാസ് വരുന്നതിൽ 40% വരുന്നത് അതുവഴിയാണ്. നമ്മളെ അത് ബാധിക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ചാറ്റ് ജി പിയോട് ചോദിക്കും, ചാറ്റ് GPT ആദ്യം എന്നോട് പറഞ്ഞതെന്നറിയാമോ, ഈ യുദ്ധം ഉണ്ടായാൽ ഗ്യാസാണ് മുടങ്ങാൻ പോകുന്നത്, അത് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന രാജ്യങ്ങൾ പ്രധാനപ്പെട്ടത് നിൻ്റെ രാജ്യമായിരിക്കും, നീ വേണേൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്തോളാണ്. ഞാൻ സിലിണ്ടർ ബുക്ക് ചെയ്ത് കേട്ടോ, അത് വേറെ കാര്യമേ. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആക്രമിക്കപ്പെട്ടാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന രാജ്യങ്ങളൊന്ന് നമ്മളായിരിക്കും. നമ്മൾ പോയി നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കലല്ല വേണ്ടത്. അവിടുത്തെ പരമോന്നത നേതാവ് ആരായാലും അയാൾ കൊല്ലപ്പെടുമ്പോൾ ആ കാണിച്ചത് തോന്നിയാസാണെന്ന് പറയാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി നമുക്ക് വേണ്ടേ? ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടാൻ കഴിയുന്ന തരത്തിൽ പവർഫുൾ രാജ്യം ഇന്ത്യ ഒരു ലോക്കൽ രാജ്യമല്ല. ഇന്ത്യ ലോകത്തെ 5ാമത്തെ വലിയ ശക്തിയാണ്, ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനാണ്, ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്, ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ്. ഈ അമേരിക്കയും ചൈനയും ഉണ്ടാക്കുന്ന സാധനം മുഴുവൻ വാങ്ങിച്ചു കൂട്ടേണ്ട വലിയ വിപണിയാണ്. നമുക്ക് ആ നിലയ്ക്കുള്ള ലോകത്തുണ്ട്. നമ്മളൊരു ചപ്പടാച്ചി രാജ്യമല്ല. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് മാറിയിരിക്കുകയാണ്. വേറെ എന്തൊക്കെയോ ദുരൂഹമായ കാരണങ്ങളാൽ നാം വല്ലാത്തൊരു തരം വിചിത്രമായ മൗനം അവലംബിക്കുകയാണ്.